ഹെൽത്തിയും അടിപൊളി രുചിയുമുള്ള സേമിയ വെച്ചൊരു റെസിപ്പി ഉണ്ടാക്കിയാൽ ആദ്യം ഒരു പാനിൽ നെയ്യൊഴിച്ച് ചെറുതായി കട്ട് ചെയ്ത ഏത്തപ്പഴം നമുക്ക് ചേർത്ത് കൊടുത്ത് നെയ്യിലിട്ടൊന്ന് നന്നായി ഒന്ന് വരട്ടിയെടുക്കാം. ഇനി ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. തേങ്ങയിൽ ആ വെള്ളപ്പറ്റൊക്കെ മാറുന്നത് വരെ ഇവിടെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ കൂട്ട് നമുക്കൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ആ പാനിൽ തന്നെ വീണ്ടും നെയ്യൊഴിച്ച് ഇതിൽ മെയിനായിട്ട് വേണ്ട സേമിയം ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ വറക്കാത്ത സേമിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വറുത്ത സേമിയം വേണമെങ്കിൽ എടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ട് ഇതിനെ നന്നായി ഒന്ന് വറുത്തെടുക്കാം. ലൈറ്റ് ഗോൾഡ് കളർ ആകുന്നത് വരെ വറുത്തെടുക്കുക. ഇനി ഇതിലേക്ക് തിളപ്പിച്ച വെള്ളമാണ് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാനുള്ളത്. ഇത് ഇനി ലോ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കാം. ഇത് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഉരുക്കി വെച്ച കരിപ്പെട്ടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ശർക്കരയും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കരിപ്പെട്ടിയാണ് ഉരുക്കി വെച്ച് ചേർത്ത്. മധുരം നിങ്ങൾക്ക് ഇഷ്ടമനുസരിച്ച് ചേർത്ത് കൊടുക്കാം. കുറച്ച് നെയ്യും കൂടെ ചേർത്ത് നന്നായി ഇതിനൊന്ന് യോജിപ്പിച്ച് എടുക്കുക. ഇതിലേക്ക് നേരത്തെ നമ്മൾ വറുത്ത് വെച്ച പഴവും കൂടെ ചേർത്ത് വീണ്ടും നന്നായി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക. ഇതിപ്പോൾ നന്നായി യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഏലക്ക കൂടെ ചേർത്ത് കൊടുക്കാം. ഏലക്ക പൊടിച്ചും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മുഴുവനായിട്ട് ഏലക്കയാണ് ചേർത്തിട്ടുള്ളത്. നന്നായി ഒന്ന് മിക്സാക്കി എടുക്കുക. അങ്ങനെ അടിപൊളിയും ഹെൽത്തി ആയിട്ടുള്ള സേമിയ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് മസ്റ്റായി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു.